ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാരി ബ്ലൗസ് വേഗം തയ്ച്ചെടുക്കാം. നമുക്ക് ഒരു ദിവസം തന്നെ ഒത്തിരി ബ്ലൗസുകൾ കറക്റ്റ് അളവിൽ തയ്ക്കാനുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം കട്ട് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു ഓർഡർ പറഞ്ഞതിന് ശേഷം നമുക്ക് തയ്ച്ച് തുടങ്ങാം. ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം സ്ലീവ് ഇതിനകത്ത് എന്തെങ്കിലും ഡിസൈൻ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കണമെങ്കിൽ അത് അതിനകത്ത് വെച്ചേക്കും. ഇത് ഫ്രണ്ടിലെ വലതുവശത്തെ ഇടതുവശത്തെയും പട്ടയാണ്. ഇത് ക്രോസ് പീസാണ്. ഇതെല്ലാ പീസും നമുക്ക് ക്രോസ് പീസ് ഇപ്പോൾ ബാക്കിൽ ചതുരക്കഴുത്തുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പീസും ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കും. പിന്നെ നൂലും ആദ്യം തന്നെ എടുത്ത് ഇതിനകത്ത് വയ്ക്കും. ഇല്ലെങ്കിൽ നമുക്ക് തയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് നൂലില്ലെങ്കിൽ നമ്മളത് മാറ്റി വെച്ച് സമയം പോവും. പിന്നെ ഇത് ബ്ലൗസിൻ്റെ ബാൻഡ് അഥവാ കട്ടിങ് പീസ്. അപ്പോൾ ഇത് അതിനകത്ത് തന്നെ വയ്ക്കും. ഫ്രണ്ട് പീസിൻ്റെ അകത്ത് തന്നെ 6 പീസും കട്ട് ചെയ്ത് വയ്ക്കും. ഇത് ബാക്കാണ്. ബാക്ക് പീസിൻ്റെ പട്ടയും അതിനകത്ത് തന്നെ കട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് തയ്ക്കാൻ പടപടാ ഓരോ പീസും എടുത്ത് തയ്ച്ച് തുടങ്ങാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ക്രോസ് പീസ് ജോയിൻ ചെയ്തങ്ങ് വയ്ക്കും. അപ്പോൾ പിന്നീട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഇതെടുത്ത് ജോയിൻ ചെയ്തെടുക്കുന്നത് എനിക്കൊരു മടിയാണ്. അപ്പോൾ അതാദ്യം ഇതുപോലെ നല്ല വശത്ത് അടുത്ത പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചരിച്ച് വെച്ച് കറക്റ്റായിട്ട് എല്ലാം ജോയിൻ ചെയ്ത് വയ്ക്കും. ഇനിയിപ്പോൾ ബാക്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അതേ ഷേപ്പിൽ പീസ് എടുത്ത് വെച്ചിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ക്രോസ് പീസും ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തങ്ങ് വയ്ക്കും. ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന തയ്യൽ തുമ്പുകളെ രണ്ടായിട്ട് വിടർത്തി വെച്ച് നമ്മൾ നഖവും കൊണ്ടൊന്ന് ഓടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം ബാക്ക് പീസ് ഇതിൻ്റെ ബാക്ക് വയ്ക്കാനുള്ള ആ പട്ട എടുത്ത് അത് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതും ജോയിൻ ചെയ്യാം. അതിൻ്റെയും തുമ്പ് ഇതുപോലെ രണ്ടായിട്ട് വിടർത്തി വയ്ക്കുന്നത് നല്ലതാണ്. പിന്നീട് ഈ പീസിൻ്റെ അറ്റം ഒന്ന് മടക്കി തയ്ക്കുന്നത് അറിയാമല്ലേ, അതാദ്യം ചെയ്യും. ഇനി നമുക്ക് വേഗം ബാക്കിൽ ടക്ക് കൊടുത്ത് വയ്ക്കാം. അത് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ മധ്യഭാഗത്താണ്. തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടല്ല. അപ്പോൾ ഇവിടെ 9.5 നമ്മുടെ ബാക്കിൻ്റെ അളവ്. അപ്പോൾ അതിൻ്റെ പകുതി 4.25 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് തയ്ക്കാം. ചില സമയങ്ങളിൽ ഇത് ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് വരും, എപ്പോഴും വരത്തില്ല. ബാക്ക് കഴുത്ത് ഇറങ്ങുന്നതിനനുസരിച്ച് തോൾ വീതിയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ബാക്കിൽ ടക്ക് ഓരോന്ന് വീതം കൊടുക്കാം. ഓരോ ടക്ക് വീതം കൊടുക്കാം. ഈ ടക്ക് ഇടുമ്പോഴെല്ലാം ഇനി ഇതിൽ പട്ട ബാക്കിൽ കൊടുക്കുമ്പോഴെല്ലാം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ബാക്ക് കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് വലിഞ്ഞു പോകരുത്. നമ്മൾ എടുക്കുകയും വയ്ക്കുകയും ഒന്നും ചെയ്യുമ്പോൾ ആ ഭാഗത്തൊരു പിടുത്തം വരാത്ത രീതിയിൽ വേണം പതുക്കെ ചെയ്യാൻ. രണ്ട് വശത്തും ഇതുപോലെ എടുത്ത ശേഷം ചെറുതായിട്ടെങ്കിലും ആ ഒരു ലെങ്തിൽ വ്യത്യാസം ഉണ്ടാകാൻ നോക്കണം. വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തയ്ച്ചത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പട്ട വയ്ക്കുന്നതിന് മുമ്പ് നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി മാറ്റിയതിന് ശേഷം ബാക്ക് പട്ട എടുത്ത് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ നല്ല വശത്ത് വെച്ച് തയ്ക്കാം. അതിനു മുമ്പ് ഈ രണ്ടറ്റത്തും ഒരു 1/4 ഇഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് വയ്ക്കണം. അത് ആ ബാക്ക് സൈഡിൻ്റെ ഒരു ഫിനിഷിങ്ങിന് അത് വേണം. കട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചരിച്ച് കട്ട് ചെയ്യാം. അറ്റത്ത് മാത്രം നമ്മളൊരു 1/4 ഇഞ്ച് വിട്ട് കളയും. അതിനുശേഷം പിന്നെ നേരെ വയ്ക്കും. അതുപോലെ ഇങ്ങേ അറ്റത്തും ഇത് പട്ട വെച്ച് തീരുന്ന ഇങ്ങേ അറ്റത്തും അതേപോലെ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം തയ്ക്കും. തയ്യൽ തുമ്പിനെ ഇതുപോലെ വിടർത്തി വയ്ക്കും. ഇനി നമുക്ക് ബാക്ക് പതിച്ച് തയ്ക്കണം. നമ്മളിപ്പോൾ വെച്ച് തയ്ച്ച പീസ് തയ്യൽ തുമ്പിലേക്ക് മറിച്ച് വെച്ച് അറ്റത്ത് കൂടി ഈ പട്ടയിൽ തന്നെ സ്റ്റിച്ച് കൊടുക്കണം. ഇവിടെയും നമുക്ക് നഖം കൊണ്ടൊന്ന് ഓടിച്ച് ഒന്ന് നീറ്റാക്കണം. അതിനുശേഷം നമുക്ക് ഇത് നല്ല വശത്തേക്ക് മറിച്ച് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം. പിന്നീട് ഇത് ഹെം ചെയ്യാവുന്നേ ഉള്ളൂ. തയ്യൽ തുമ്പ് നമ്മൾ വച്ച് തച്ച ആ പട്ടയിലോട്ട് തന്നെ ഇരിക്കണം. ഇതുപോലെ നമുക്ക് തയ്ക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ബാക്ക് കഴുത്ത് വലിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിച്ചോളണം എപ്പോഴും. ഇനി നമുക്ക് ഫ്രണ്ട് മെയിൻ പീസ് തയ്ക്കാം. അത് ബാൻഡ് ആദ്യം തച്ച് തിരിച്ചിടണം. ഈ പീസ് അകത്ത് വരത്തക്ക വിധം നമുക്ക് ഇതിനെ തച്ച് തിരിച്ചിട്ടെടുക്കാം.
ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പട്ടയുടെ ഭാഗത്ത് വരേണ്ട ഭാഗങ്ങൾ അത് വലതുവശവും ഇടതുവശവും ആയി തന്നെ കിട്ടണം. പിന്നെ നല്ല വശം വെളിയിൽ വരണം, അതൊക്കെ നോക്കിയാൽ മതി. ഇനിയാണ് ഞാൻ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് തയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത പോലെ അങ്ങ് തയ്ച്ച് പോയാൽ മതി. ടേപ്പ് എടുക്കുകയേ വേണ്ട ഇവിടെ. ഇതിൻ്റെ എല്ലാ അളവുകളും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ള പോലെ ടക്ക് കൊടുക്കണം. ഇത് ടക്ക് എത്രയാണ് പിടിച്ചടിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് വീഡിയോയിലും ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഓരോ അളവിനും ആവശ്യമായതേ നമ്മളിവിടെ തയ്ക്കാവൂ. ഒരു വശത്ത് മെയിൻ ടക്ക് കൊടുത്ത ശേഷം മറുവശത്തും, അതായത് ഇവിടെ ആദ്യം കൊടുത്തത് വലതുവശത്തും രണ്ടാമത് ഇടതുവശത്തുമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ രണ്ട് മെയിൻ ടക്കും എടുത്തതിന് ശേഷം മാത്രമേ ബാക്കി ടക്കുകൾ കൊടുക്കാവൂ. ഇനി സ്ഥിരം പറ്റുന്ന ഒരു അബദ്ധമാണ് രണ്ട് വശവും ഒന്നുകിൽ ഇടതുവശമായിപ്പോൾ അല്ലെങ്കിൽ വലതുവശമായിപ്പോൾ. നമ്മൾ ഇതുപോലെ മെയിൻ ടക്ക് കൊടുത്ത ശേഷം മാത്രം ബാക്കി ടക്കുകളിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അറിയാൻ പറ്റും ഇത് രണ്ടും ഓക്കെ ആണെന്ന്. ഇതിൻ്റെ ലെങ്തിൽ വല്ല വ്യത്യാസം ഉണ്ടാകുന്ന നോക്കിയ ശേഷം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇവിടെയും നമ്മൾ ഫ്രണ്ട് കഴുത്ത് വലിഞ്ഞു പോവാതെ അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വേണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീറ്റായി മാത്രം ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് പിന്നെ ഒരു അധികപ്പണി ചെയ്യേണ്ടി വരില്ല, ബ്ലൗസ് നീറ്റായി കിട്ടും. ഇപ്പോൾ തയ്ക്കുന്നത് നമ്മുടെ കൈക്കുഴി അല്ലെങ്കിൽ ആ റിഗാൾ ഭാഗം, അവിടെ നിന്ന് കൈ വെച്ച് തയ്ക്കുന്ന ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഡാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റ് എവിടെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന് ഇതിൻ്റെ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടക്കെല്ലാം ഭംഗിയായിട്ടുണ്ടാകുന്ന നോക്കിയ ശേഷം സൈഡിൽ ഹൂക്ക് പടിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ടക്ക് എടുക്കാം. രണ്ട് വശത്തും ഈ ടക്ക് കൂടി എടുത്ത ശേഷം നമുക്ക് ഇത് കറക്റ്റാണ്, നീള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഇത് തുല്യമായിരിക്കണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇത് തുല്യമായി, പട്ട വയ്ക്കുമ്പോഴും എല്ലാം, പട്ട വച്ച ശേഷവും എല്ലാം ഇത് തുല്യമായിരിക്കണം. ഇനി നമുക്ക് ഇതും നമ്മുടെ ബാൻഡ് തച്ച് വെച്ചേക്കുന്നതായിട്ട് ജോയിൻ ചെയ്യണം. അതിനു മുമ്പ് നമ്മുടെ ബാക്ക് പീസിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എത്രയെന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഫ്രണ്ട് പീസ്, ഇത് ബാൻഡ്, ഈ സൈഡ് ഹൂക്കുപടി വെച്ച് തയ്ക്കുന്ന ഭാഗം, ഇത് നമ്മുടെ സൈഡ് ഭാഗം. ഇത് രണ്ടും കൂടെ അളന്ന് നോക്കുമ്പോൾ നമ്മുടെ ബാക്കിനേക്കാളും വലുതായിരിക്കണം. ബാക്ക് സൈഡ് നമ്മൾ അളന്ന് നോക്കിയില്ലേ, അത് 8.5 ആയിരുന്നു. അതും 8.5യും തയ്യൽ തുമ്പും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടി ഇവിടെ ഇപ്പോൾ ആവശ്യത്തിന് തയ്യൽ തുമ്പുണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പം ബാക്കിൻ്റെ സൈഡിന് തുല്യമാവും. ഇങ്ങനെ വെച്ചാണ് നമുക്ക് തയ്ക്കേണ്ടത്. നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഇതുപോലെ നമുക്കിവിടെ ജോയിൻ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ഈ ടക്ക് ഒന്ന് മടക്കി തയ്ക്കണം. ഈ തുമ്പ് ഇങ്ങനെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ജോയിൻ ചെയ്യുമ്പം ഇതിലും കൂടി സ്റ്റിച്ച് വീഴും. അതിന് ശേഷം നമുക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം അടുത്ത സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിത് നല്ല വശം എടുത്ത് എന്തെങ്കിലും ചുളുക്ക് വല്ലതും ഉണ്ടോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അടുത്ത സ്റ്റിച്ചും ഇപ്പം സ്റ്റിച്ചിട്ട അതേ സ്ഥലത്ത് കൂടി കൊടുക്കാം. എവിടെയെങ്കിലും തയ്യൽ തുമ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റ് തയ്യൽ തുമ്പിൽ ഈ രണ്ടാമത്തെ സ്റ്റിച്ചിൽ കറക്റ്റ് ചെയ്യാം. രണ്ട് വശവും ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇതും രണ്ട് വശവും തുല്യമാണെന്ന് ഇതുപോലെ നോക്കാം. അതിന് ശേഷം നമുക്കിത് രണ്ട് വശത്തെയും ഹൂക്ക് പട്ട ചെയ്യാം. ഓരോ തവണ ബ്ലൗസ് തയ്ക്കുമ്പോഴും നമ്മൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം. ഇത് കണ്ട, കഴുത്തിൻ്റെ ഷേപ്പ് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഏതെങ്കിലും ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ അത് നമുക്ക് നീളം കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ നമ്മളെ കഴുത്തിൻ്റെ ഷേപ്പ് മാറും. കഴുത്ത് വലിഞ്ഞു പോയാലും ഷേപ്പ് മാറും. നമുക്ക് പട്ട വയ്ക്കാം.
ഈ പട്ട നമ്മൾ ഇങ്ങനെ വെച്ച് വരുമ്പം ദാ ഇവിടെ കഴുത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിനെ ഇങ്ങോട്ട് പിടിക്കുകയൊന്നും ചെയ്യണ്ട. ദാ ഈ പട്ട നമ്മൾ ആ കഴുത്തിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മാത്രം മതി. ഈ പട്ടയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ആ ബ്ലൗസിൻ്റെ പീസിൽ പിടിക്കരുത്. ഇത് ക്രോസായിട്ടും കൂടെ കട്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗം വലിഞ്ഞു പോവും. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോവും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബുട്ടീക്കിലൊക്കെ കൊടുത്ത് തയ്ക്കുന്നതിൻ്റെ പെർഫെക്ഷൻ ഇതുപോലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ. പിന്നെ ഇനിതാ നമുക്ക് ഫ്രണ്ടിൻ്റെ ആ ഒരു ഭംഗി കാണാം. ഇനി ഇടതുവശത്തെ പടിയാണ്. ഇത് അകവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ മടക്കിയിട്ട് ഈ പട്ടയുടെ മധ്യഭാഗത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ആ സ്റ്റിച്ച് കൊടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴുത്ത് ശ്രദ്ധിക്കണം. കൂടുതൽ ഇങ്ങനെ അകവശത്തേക്ക് മടക്കണ്ട. ആദ്യം നമ്മൾ തയ്ച്ച ആ ഒരു സ്റ്റിച്ചില്ലേ, അതിനെ കവർ ചെയ്ത് മാത്രം ഇത് വെച്ചാൽ മതി. എല്ലാ ഹൂക്കും വയ്ക്കുന്നൊന്നും കാണിക്കുന്നില്ല, സമയം കളയണ്ടല്ലേ. എല്ലാ പടിയും വെച്ച ശേഷം നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് നോക്കാം. എല്ലാം ഓക്കെ ആണോ നോക്കിയതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാം. ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചാണ് തയ്ക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളെ ബാൻഡ് തയ്ച്ച ആ ഒരു സ്റ്റിച്ചില്ലേ, അവിടെ ലോക്ക് മെഷീൻ ഉള്ളവർക്ക് ലോക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സാധാ മെഷീൻ ഇതുപോലെ സിക്സാഗ് പോലെ തയ്ക്കാം. അതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതുപോലെ നീറ്റായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് കൊടുക്കാവൂ. രണ്ട് വശവും ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് ആ തയ്യൽ തുമ്പ്, ഈ ടൈപ്പ് തുണികൾക്കൊക്കെ നമ്മൾ ആ തയ്യൽ തുമ്പ് ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ സിക്സാഗ് പോലെ കൊടുത്താലും മതി. അതിനുശേഷം ക്രോസ് പീസ് ഇതുപോലെ വെച്ച് ഒരു 1/4 ഇഞ്ച് തുമ്പിട്ട് കഴുത്തിന് ചുറ്റും തയ്ക്കണം. നമ്മൾ ആ കഴുത്ത് റൗണ്ട് ഷേപ്പിന് അനുസരിച്ച് മൊത്തം അങ്ങ് തയ്ക്കണം. കഴുത്ത് തയ്ക്കുമ്പോൾ കുറച്ച് സാവധാനം തയ്ക്കുന്നതാണ് നല്ലത്. ഞാനും അങ്ങനെ തയ്ക്കാറുള്ളൂ. പിന്നെ ആ ഷോൾഡർ ജോയിൻ ചെയ്ത് ആ തയ്യൽ തുമ്പ് ബാക്ക് പീസിലോട്ട് വെച്ച് വേണം തയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് തയ്ച്ച നൂലിൽ വെട്ടുകൊള്ളാതെ ചുറ്റും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുമ്പ് മാത്രം വെട്ടി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ അത് വിടർത്തി വെച്ചിട്ട് നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് നേരെ ആക്കി കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്യുകയും ചെയ്യാം. പിന്നീട് നമ്മൾ വെച്ച് തയ്ച്ച ഈ പീസിൽ തയ്യൽ തുമ്പിലോട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യണം. തയ്യൽ തുമ്പ് നമ്മൾ വെച്ച് തയ്ച്ച പീസിലോട്ടിരിക്കണം. വെച്ച് തയ്ച്ച ആ പീസിലാണ് സ്റ്റിച്ച് വീഴേണ്ടത്. ഇങ്ങനെ ചുറ്റാകെ തയ്ക്കാം. ഇങ്ങനെ മൊത്തം തയ്ച്ചിട്ട് ഈ അധികമുള്ള പീസ് നമ്മളിങ്ങനെ വെട്ടിക്കളയണം. ബ്ലൗസിൽ വെട്ടുകൊള്ളാതെ ശ്രദ്ധിച്ച് വെട്ടി മാറ്റണം. ഇനി ഇതിങ്ങനെ മടക്കി ഹെം ചെയ്താൽ മാത്രം മതി. അടുത്ത നമുക്ക് കൈ വെച്ച് തയ്ക്കാം. ഇത് ചെറിയൊരു പഫ് വരുന്ന സ്ലീവാണ്. അറ്റത്ത് നമുക്കൊരു ഗോൾഡൻ പൈപ്പിംഗ് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് തുമ്പിട്ട് ഇങ്ങനെ തയ്ച്ചിട്ട് ഈ തുണിയെ അകത്തേക്ക് മടക്കും. ഒരു പകുതിയോളം മടക്കത്തേ ഉള്ളൂ. അതിനുശേഷം ഒന്നും കൂടി മടക്കി നമുക്ക് ഈ അറ്റത്തൂടി സ്റ്റിച്ച് കൊടുക്കും. ഒന്നും കൂടി കാണിക്കാം. ഇതുപോലെ മടക്കി ഒന്നും കൂടി മടക്കി ഈ പച്ച ബ്ലൗസ് പീസിലാണ് സ്റ്റിച്ച് വീഴുന്നത്. പൈപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പഫിന് കൊടുത്ത ഭാഗത്ത് പ്ലീറ്റ് കൊടുക്കാം. ഇത് ചെറിയൊരു പഫാണെന്ന് ആദ്യമേ പറഞ്ഞല്ലേ, അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടുന്നതാണ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. ഒത്തിരി പഫ് ആവുന്നതിനേക്കാളും
ഒരു കുഞ്ഞു പഫിന് അതിൻ്റേതായ ഭംഗിയുണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് കൈ കുഴിച്ച് വെട്ടിയ ഭാഗങ്ങൾ വലതുവശവും ഇടതുവശവും തിരിഞ്ഞു പോയില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗങ്ങൾ തിരിഞ്ഞു പോവാതിരിക്കാൻ എന്തൊക്കെ വേണോ നമ്മൾ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ്. പിന്നെ കൈനീളം കുറച്ച് മാത്രമേ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇതുപോലെ 2 കൈയും വെച്ച് തച്ച ശേഷം നമുക്ക് സൈഡ് വണ്ണം കറക്റ്റ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ഓരോ ഭാഗവും നീറ്റായിട്ട് ചെയ്താൽ നമുക്ക് ബ്ലൗസ് തച്ച് മുഷിയത്തേയില്ല. നമ്മൾ തച്ചുകൊണ്ടേയിരിക്കും. എത്ര ബ്ലൗസ് തയ്ക്കാനും നമുക്ക് ഒരു മടിയും കാണത്തില്ല. അത് ഏതെങ്കിലും ഒരു തെറ്റ് വന്നിട്ട് പിന്നെ അഴിച്ച് അപ്പോൾ തുണി കുറച്ച് ഡാമേജ് ആവും. അപ്പം നമുക്ക് മുഷിയും. തയ്യൽ ഒരുപാട് പേര് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കളയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു അലസത വന്നിട്ട് അതൊന്ന് നോക്കാതെ വേഗം തച്ച് പോയിട്ടാണ്. അല്ലെങ്കിൽ തയ്യലെന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമുക്ക് എത്ര തയ്ച്ചാലും മതിയാവത്തില്ല. അപ്പോൾ എല്ലാവരും ബ്ലൗസ് നിർത്താതെ തച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ തയ്ക്കുന്നതിൻ്റെ 3 ഇരട്ടി ബ്ലൗസ് തയ്ക്കട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.